നമസ്കാരം. രേണുസുതിയുടെ പുതിയൊരു കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാദങ്ങൾ ഒഴിയാത്തൊരു രേണുസുതിയാണ്. കാരണം എവിടെ ഏത് തിരക്കിൻ്റെ ഇടയിലായാലും, അഭിനയത്തിലായാലും അല്ലാത്തപ്പോഴായാലും ഷോർട്ട് ഫിലിമിൻ്റെ സമയത്തായാലും വിവാദങ്ങൾ ഒഴിഞ്ഞൊരു സമയം രേണുസുതിക്കില്ല. അതുപോലെ തന്നെ വിദേശ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് രേണുസുതിക്ക് പല പേരുകളിൽ രേണുസുതി അറിയപ്പെടുന്നത്. കൊള്ളസംഘത്തിലൊക്കെ രേണുസുതി പെട്ടിട്ടുണ്ടെന്നും മനുഷ്യ കടത്ത്, സ്വർണ്ണക്കടത്ത്, മറ്റുള്ള കടത്തുകളൊക്കെ രേണുസുതിയുടെ അറിവോടെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ച പുലിമാരാണ്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പം ഇതൊക്കെ വഴി ഉണ്ടാക്കിയത് വെച്ചത് ആരാ? നമ്മളാരുമല്ല, രേണുസുതി തന്നെയാണ്. എന്നിട്ടിപ്പം എന്നെ ഇങ്ങനെ പിന്തുടരാതെ ഒരു പറ്റം യൂട്യൂബേഴ്സ് എന്നെ പിന്തുടരുകയാണ്. തുടർന്നിട്ട് അവർ വന്നിട്ട് എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെടുത്ത് പബ്ലിഷ് ചെയ്ത് കാശാക്കുന്ന ഒരു പരിപാടിയാണ്. എന്നൊക്കെയാണ് ചെയ്യുന്നത്. ഞാനൊരു മനുഷ്യനല്ലേ, എന്നെ ആരും മനുഷ്യനായിട്ട് കാണുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലെങ്കിലും ഇവരും ഉണ്ടായിരിക്കും. ഇനി വിറ്റ് കാശാക്കേണ്ട കാര്യം. വിവാദങ്ങൾ ഒഴിഞ്ഞ സമയം രേണുസുതിക്കില്ല. വിദേശ യാത്രകൾ ആരംഭിച്ച ശേഷം സ്വർണ്ണക്കടത്ത്, മനുഷ്യക്കടത്ത് തുടങ്ങിയവയിൽ രേണുവും ഭാഗമാണെന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിനിടയിൽ അടുത്തിടെ മുതൽ രേണുവിന് ക്യാൻസർ എന്ന അസുഖം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ രേണു ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ഇപ്പോഴിതാ ആദ്യമായി തന്റെ പേരിൽ പലപ്പോഴായി വന്ന ആരോപണങ്ങൾക്കും തന്നെ ചുറ്റിപ്പറ്റി വന്ന വിവാദങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് രേണു. അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ താനല്ലേ സഹിക്കേണ്ടതെന്നാണ് രേണു ഇപ്പോൾ ചോദിക്കുന്നത്. ചില യൂട്യൂബേഴ്സ് താനൊരു മനുഷ്യനാണെന്നത് പോലും പരിഗണിക്കുന്നില്ല എന്നും പറയുന്നു. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പരത്തിയത് കുറേ കാലമായി എന്നെ വിടാതെ പിന്തുടരുന്ന, എന്നെക്കുറിച്ച് നെഗറ്റീവ് മാത്രം പറയുന്ന ചില യൂട്യൂബേഴ്സാണ്. എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് അവർ. എന്നെയും എൻ്റെ ഫാമിലിയെയും പിച്ച് ചീന്തുകയാണ് അവർ. ക്യാൻസർ പോലൊരു അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വെളിപ്പെടുത്തേണ്ടത് ഞാനാണ്. ഞാൻ എവിടെ പോയാലും കാർ എടുത്ത് എൻ്റെ പിന്നാലെയുണ്ട് ഇവർ പറയുന്നത് വളരെ തെറ്റായ കാര്യങ്ങളാണ്. പിന്നെ ആശുപത്രിക്കാർ ചെയ്തത് എത്തിക്സിന് നിരക്കാത്ത കാര്യം. എനിക്ക് ക്യാൻസർ ആണെന്നുള്ള വാർത്തയറിഞ്ഞ് ഒരുപാട് നല്ല മനുഷ്യരെ വിളിച്ച് സങ്കടത്തോട് സംസാരിച്ചു. ഒന്നും ഞാൻ അവരോട് വിശദീകരിച്ചില്ല. വിഷമിക്കാതെ ഞാൻ ഓക്കെ ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. എനിക്കെതിരെ മുൻപും നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അബോർഷന്റെ കേസ് വരെ അതിൽപ്പെടും. യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയാൽ പോലും അത് ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്ത് ക്യാഷ് ആക്കുന്നവർ എൻ്റെ കൂടെയുണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ആശുപത്രികൾ പോകേണ്ട സാഹചര്യം വരില്ലേ? എന്നെ വിറ്റ് കാശാക്കിയവർ എനിക്ക് അസുഖമാണെന്നറിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് ചികിത്സയ്ക്കായി തരികയല്ലേ വേണ്ടത്? അതല്ലേ മനസാക്ഷിയുള്ളവർ ചെയ്യേണ്ടത്? ഫോൺ തുറക്കാൻ പറ്റില്ല, എനിക്ക് ക്യാൻസർ ആണെന്ന വാർത്തയാണ് ഏറെയും. അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ ഞാനല്ലേ സഹിക്കേണ്ടത്? എൻ്റെ കൂടെ ഇരുന്ന് സഹിക്കാൻ ഇവർക്ക് പറ്റുമോ? രേണുസുതിക്ക് എന്ത് വന്നാലും വന്നില്ലെങ്കിലും അത് പേക്കൂത്താകുന്നത് എങ്ങനെ? കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. ഇതിലിപ്പോൾ ആരും ഒരു ഉത്തരവാദി അല്ല. കാരണം അതായത് ഇതൊക്കെ രേണുസുതി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ രേണുസുതി ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് നടക്കുകയാണെന്ന് നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ എടുത്തിട്ട് ഇങ്ങനെ അരക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ തന്നെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആങ്കർ ഒരു ഇൻ്റർവ്യൂവിൽ രേണുസുതിനോട് ചോദിക്കുകയാണ്, എന്താണ് ഇനി പരിപാടി? അപ്പോൾ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ ഏവിയേഷന് ശ്രമിച്ചിരുന്നു. പരീക്ഷയ്ക്ക് അവിടെ പോയി ട്രെയിനിങ് ചെയ്തതാണ്. പക്ഷേ ജോലി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അഭിനയമൊന്നും ഇപ്പോൾ പഴയമാർക്കില്ല. പഴയ പോലുള്ള അഭിനയമൊന്നും കിട്ടുന്നില്ല. ഷോർട്ട് ഫിലിമിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ആൽബത്തിലാണെങ്കിലും ഒന്നും ഇപ്പോൾ അഭിനയമില്ല. കാരണം പഴയ പോലെ ഒന്നും ആരും വിളിക്കുന്നില്ല, ചാൻസ് ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇനിയും സിനിമയും അഭിനയം അല്ലാത്ത ഈ എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ ചെയ്യും. അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട്, അപ്പം ജോലിക്ക് പോകാനൊക്കെ അറിയാം, ജോലി ചെയ്യാനേ അറിയാമല്ലേ ചോദിച്ചു. അവർ രേണുസുതി പറയണേ, അതല്ല, അങ്ങനല്ല, ഞാൻ ജോലി എന്ത് കിട്ടിയാലും ചെയ്യും, ഞാൻ അറിയാലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അറിയത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് കിട്ടിയാലും ചെയ്യും. ഇപ്പോൾ പൊതുവേ പ്രൊമോഷൻ കുറവാണ്, അഭിനയം കുറവാണ്, റോളൊന്നും ഇല്ല, ആൽബത്തിലും ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിരുന്നാ പറഞ്ഞത്. എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയെന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. തൂക്കിയല്ലോ നാദാ. തട്ടിപ്പാണല്ലേ.
A flashback. ഒന്നും കിട്ടും, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ, വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. പിന്നെ ചുരുട്ടി കിടക്കാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ? ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലിയുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേ പോകാം. അവർ പറഞ്ഞു അത് ശരിയാവില്ല, അത് ശരിയാവില്ല. പിന്നെ അധികം ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. നീ ഒന്നും പണയണ്ട. ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോ റൂം എടുക്കത്തില്ല. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിനുള്ള അങ്ങോട്ട് വരാൻ പറയും. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അപ്പാർട്ട്മെന്റ് അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് ഇന്നലെ പറഞ്ഞത്. പ്രിയ പബ്ലിക്, ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ പോക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ രേണുസുതി മറന്നു തോന്നുന്നു. അത് കാരണം അതൊക്കെ ഇവർ അസുഖമൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയൊരു മെനഞ്ഞൊരു കഥയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കരുതുന്നത്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇവരുടെ വീഡിയോ ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കാര്യമാകുമ്പോൾ വിശ്വാസമൊന്നും വരത്തില്ല. രേണുസുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നത് അവരുടെ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ആൾക്കാർ നമുക്ക് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെങ്കിലും ഇനി ഈ വീഡിയോ ചെയ്യരുത്. കാരണം ഇവരുടെ ഒരു കാര്യവും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ പ്ലീസ് ചെയ്യരുതെന്നൊക്കെ ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ വേറൊരു അവർ പറഞ്ഞു ഇവർ സുധിച്ചേട്ടനുള്ള കാലം മുതൽ എങ്ങനെ തന്നെയാണ്, സുധിയുള്ള കാലം മുതൽ എങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വിവാദം ഉണ്ടാക്കി ഇവർ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ വരുന്നതിൻ്റെ ബാക്കിയൊക്കെ അനുഭവിക്കുക കേട്ടോ. പിന്നെ ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാതെ രക്ഷയില്ല. അത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്. അപ്പം രേണുസുതിക്ക് ഇപ്പോൾ ജീവിക്കണമെന്നുണ്ട്, നല്ലൊരു ജോലിയൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കണമെന്നുണ്ട്. ഇതാദ്യം തന്നെ നോക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. നിങ്ങളൊരു മര്യാദയ്ക്ക് അടങ്ങി എവിടെയെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ നല്ല ജോലി നിങ്ങൾക്ക് നേടാമായിരുന്നു. നിങ്ങൾ ഈ സിനിമ കോപ്പ് ആൽബം മറ്റേ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ഒരു ഗതികേട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ ഇട്ടങ്ങാണ്ട് ഊക്കുവാണ്. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ശരി എന്നാൽ ഓക്കെ. ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുന്നുണ്ട്? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ. അപ്പോൾ വീണ്ടും ഒരു പുതിയ കണ്ടൻ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോയും കൂടി ചെയ്യാനുണ്ട്, ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ബൈ.